A+2 സ്വാഗതം. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ്. പ്രധാനമായും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഫീസിൻ്റെ കാര്യത്തിലുള്ള പലരുടെയും സംശയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് എപ്പിസോഡുകൾ ചെയ്തിരുന്നു. പല ആളുകളുടെയും സംശയത്തിന് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. എന്നാലും ഇപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ആ സംശയങ്ങൾ തീർത്തുകൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ചില ആളുകൾ ഇതിൻ്റെ പ്ലേ ലിസ്റ്റിൽ, നിങ്ങൾ ആദ്യം ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു വെക്കാം. ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഡേറ്റാ ബാങ്കിൽ ഏകദേശം 20-ൽ പരം എപ്പിസോഡുകൾ ഈ ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ടും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ളവർ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ എപ്പിസോഡുകൾ കൂടി കാണുക. അത് കാണാതെയാണ് പലരും സംശയങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ആദ്യ 25 സെൻറ്റ് സ്ഥലത്തിന് ആരും ഫീസ് അടയ്ക്കേണ്ടതില്ല. തരം മാറ്റം എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തത് 25 സെൻറ്റ് സ്ഥലം വരെയാണ്. 25 സെൻറ്റ് സ്ഥലം കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടയ്ക്കണം. എത്ര രൂപയാണ് ഫീസ് അടയ്ക്കാനുള്ളത്? നിങ്ങൾ അടയ്ക്കാനുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റ് സ്ഥലം മുതൽ 1 ഏക്കർ വരെ സ്ഥലം ഉള്ളവർ 10% ഫെയർ വാല്യൂ അടയ്ക്കണം. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ന്യായവിലയാണ്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവിലയാണ് നിങ്ങൾ അടയ്ക്കാനുള്ളത്. ഈ ന്യായവില എന്ന് പറയുന്നത് നിങ്ങളുടെ ഭൂമിയുടെ ന്യായവിലയാണെന്ന് കരുതരുത്. തൊട്ട അടുത്ത് കിടക്കുന്ന ഭൂമിയുടെ ന്യായവിലയാണ് കണക്കാക്കുക. കാരണം നിങ്ങളുടേത് കരഭൂമിയാണെന്ന് കണക്കാക്കപ്പെട്ടിട്ടില്ലല്ലോ. രേഖകൾ പ്രകാരം നിങ്ങളുടേത് തരം മാറ്റത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിലം അല്ലെങ്കിൽ വയൽ എന്ന നിലയിൽ കിടക്കുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തരം മാറ്റാനായി പോകുന്നത്. അങ്ങനെ തരം മാറ്റം പോകുമ്പോൾ നിങ്ങളുടെ ഭൂമിയുടെ ഫെയർ വാല്യൂ അല്ല സർക്കാർ എടുക്കുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയുടെ ഫെയർ വാല്യൂവിൻ്റെ 10% എടുക്കുക. മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. 25 സെൻറ്റ് സ്ഥലം വരെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. തരം മാറ്റ ഫീസ് ഇല്ല, എക്സംപ്റ്റഡ് ആണ്. എന്നാൽ 25 സെൻറ്റ് സ്ഥലം കഴിഞ്ഞ് 1 ഏക്കർ വരെ ഭൂമി ഉള്ളവർ 10% ഫെയർ വാല്യൂ അടയ്ക്കണം. 1 ഏക്കർ കഴിയുന്ന ആളുകൾ, അതിൽ കൂടുതൽ തരം മാറ്റത്തിനായി അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അവർ ഫെയർ വാല്യൂവിൻ്റെ 20% തുക അടയ്ക്കണം. തൊട്ടടുത്ത അയൽക്കാരൻ്റെ പുരയിടത്തിൻ്റെ ഫെയർ വാല്യൂ ആണ് നിങ്ങളുടെ ഈ 10% അല്ലെങ്കിൽ 20% കണക്കാക്കുന്നതിന് വേണ്ടി എടുക്കുക എന്നുള്ളതും ഓർത്തിരിക്കുക. 25 സെൻറ്റ് സ്ഥലം കഴിഞ്ഞു വന്നാൽ നിങ്ങൾ അതിന് 26 സെൻറ്റ് സ്ഥലം ആയാലും 25.5 സെൻറ്റ് ആയാലും നിങ്ങൾ ആ ഭൂമിയുടെ മൊത്തം ഫെയർ വാല്യൂ അടയ്ക്കണം. അത് മറന്നു പോകരുത്. 10% അടയ്ക്കണം. നിലവിൽ ഇത് സംബന്ധിച്ച ഒരു ഡിസ്പ്യൂട്ടുണ്ട്. അത് സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്ന വിവരം നേരത്തെയുള്ള എപ്പിസോഡുകൾ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു അന്തിമ വിധി വരുമ്പോൾ ഈ ചാനലിൽ അത് നിങ്ങൾ അറിയിക്കും. പക്ഷേ നിലവിൽ വന്നിട്ടില്ല. സർക്കാർ അക്കാര്യത്തിൽ ഒരു SLP പോയിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. തീരുമാനമായിട്ടില്ല. നിലവിൽ 25 സെൻറ്റ് സ്ഥലം വരെ ഉള്ളവർ ഫീസ് അടയ്ക്കേണ്ട. 25 സെൻറ്റ് കഴിഞ്ഞ് വരുന്നവർ ആ ഭൂമിയുടെ മൊത്തം ഫെയർ വാല്യൂവിൻ്റെ 10% അടയ്ക്കണം. അത് 1 ഏക്കറിൽ കൂടുതൽ ആണെങ്കിൽ, 1 ഏക്കർ കഴിഞ്ഞു വരികയാണെങ്കിൽ 20% ഫെയർ വാല്യൂ അടയ്ക്കുകയും വേണം. ക്ലിയർ ആയല്ലോ? ഇനി ഇക്കാര്യത്തിൽ ദയവ് ചെയ്ത് ഇനിയും സംശയങ്ങൾ ആരും ചോദിക്കരുത്. ഇത് വളരെ ക്ലിയറായിട്ട് ഞാൻ പറയുന്നതാണ്. ഇനി ചില ആളുകളുടെ സംശയമുണ്ടായിരുന്നു, ഈ ഫെയർ വാല്യൂ ഏത് സമയത്തെ ഫെയർ വാല്യൂ ആണ് എടുക്കുക? ഫെയർ വാല്യൂ നിങ്ങൾ അറിയുക. ഈ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ന്യായവില. ഈ ന്യായവില സർക്കാർ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലും പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യായവില, അത് പ്രത്യേകിച്ച് തരം മാറ്റ ഭൂമിയുടെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പരിഷ്കരണം എന്ന പേരാണ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പരിഷ്കരണം മോഡിഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഡിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ ഒന്നും സംശയിക്കേണ്ട, വില കൂട്ടും, ന്യായവില കൂട്ടുമെന്ന് തന്നെയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലരുടെ സംശയം ഞാൻ ഓർക്കുന്നത് ഒരു സബ്സ്ക്രൈബർ തന്നെ ചോദിച്ചതാണ്, ഈ ന്യായവില എടുക്കുന്നത് ഏത് സമയത്തെ ന്യായവിലയാണ്, ആ സമയത്തെ ന്യായവിലയാണോ അതോ അതിനു മുമ്പുള്ള ന്യായവിലയാണോ എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്തെ ഫെയർ വാല്യൂ ആണ് എടുക്കുക. ഓരോ വർഷവും മിക്കവാറും സർക്കാരിന് തോന്നുകയാണെങ്കിൽ ഫെയർ വാല്യൂ മാറ്റും, കൂട്ടും. ഈ ഫെയർ വാല്യൂ പോരാ എന്ന് സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറവാണെങ്കിൽ അത് മാറ്റും. നിലവിൽ ആ സമയത്ത് നിലനിൽക്കുന്ന ഫെയർ വാല്യൂവിൻ്റെ 10% അല്ലെങ്കിൽ 20% എടുക്കുക. അത് കൺസെൻറ്റ്. ഇനി മറ്റൊന്ന്, ജലസംഭരണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഭാഗമുണ്ട്. അങ്ങനെ മാറ്റിവെക്കുന്ന ഭാഗത്തിന് നമ്മൾ ഫീസ് അടയ്ക്കണോ? അതിൻ്റെ ഉത്തരം ഇതാണ്: ഫീസ് അടയ്ക്കേണ്ടതില്ല. അത് മാത്രം ഒഴിവാക്കി കിട്ടും എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി KLU ഓർഡർ കിട്ടിയ ഭൂമിയും സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ കരഭൂമിയായി കിടക്കുന്ന ഭൂമിക്കും ഫീസ് വേണമോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇല്ല, അതിന് ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. 2017 മുമ്പ് ഉള്ള ഓരോ ആധാരവും സെപ്പറേറ്റ് ആധാരമായി തന്നെ കണക്കാക്കിയാണ് ഭൂമിയുടെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നത്. സെപ്പറേറ്റ് ഇതിനു വേണ്ടി തരം മാറ്റത്തിന് വേണ്ടി ഫീസ് നിശ്ചയിക്കുന്നത്. ഓരോ 2017 മുമ്പ് ഈ നമ്മളെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമബാധമാകുന്നതിന് മുമ്പുള്ള ഓരോ ആധാരവും സെപ്പറേറ്റ് ആധാരമായി കണക്കാക്കിയിട്ടാണ് ഈ തരം മാറ്റ ഫീസ് നിശ്ചയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ചിലരുടെ സംശയം ഫെയർ വാല്യൂ കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഫെയർ വാല്യൂ നിശ്ചയിക്കപ്പെടുമ്പോൾ അതിനെതിരെ പരാതിയുള്ളവർക്ക് ജില്ലാ കളക്ടർക്ക് ഒരു പ്രത്യേക ഫോമുണ്ട്. ആ ഫോമിൽ 25 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റും ഏറ്റവും ഒടുവിൽ ഭൂനികുതി അടച്ച രസീതും കൂടി നൽകി നമുക്ക് ഈ ന്യായവില, അതായത് ഫെയർ വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കാം. പരിഗണിക്കുമോ എന്നുള്ളത് ഡിപ്പെൻസ്, അതനുസരിച്ചിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട ഫീസിൻ്റെ കാര്യത്തിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വിവരം. ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ ചില ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ 25 സെൻറ്റ് കവിഞ്ഞു വരുന്നതിന് മാത്രമായി ചിലപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചാലോ എന്ന് കരുതി കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ട്. അവർക്ക് പ്രത്യേക ഉപദേശം ഒന്നും നൽകാനില്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ കോടതി എന്ത് തീരുമാനം എടുക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അറിയുന്ന മുറയ്ക്ക്, വിധി വരുന്ന മുറയ്ക്ക് നിശ്ചയമായും നിങ്ങളെ ഈ ചാനലിലൂടെ ഈ വിവരം അറിയിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.